എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 3 BHK ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് മച്ചയിൽ കുരിയുമുകൾ നമുക്കൊരു 3 BHK വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കി കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. വീടിനോട് ചേർന്നൊരു കാർ പോർച്ച് വരുന്നുണ്ട്, കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 37 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട് ചോദിക്കുന്ന വാസ്തുപ്രകാരമാണ് നമുക്ക് വടക്ക് ദർശനമാണ് വീട് വരുന്നത്. ഈ വീടിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ വീട്ടിലോട്ട് വരുന്ന റോഡ് വന്നിട്ട് നമുക്ക് 5 മീറ്ററാണ് റോഡ് വരുന്നത്. 2 കാർ വരെ സുഖമായിട്ട് പോകാമെന്നുള്ള റോഡാണ് വരുന്നത്. ഈ വീട് നിൽക്കുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ്. ഈ വില്ലയ്ക്കകത്ത് വരുന്ന ഫസ്റ്റ് വീടാണ് ഈ കാണുന്ന വീട്. ബാക്കിയുള്ള 90% വീട് നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. അതിൽ 80% വീട്ടിൽ നമുക്ക് ആൾ താമസവും വരുന്നുണ്ട്. ഈ വീട്ടിൽ നമുക്ക് 2 ഗേറ്റ് വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഡോറിനോട് ചേർന്ന് നമുക്കൊരു സിംഗിൾ ഗേറ്റും വരുന്നുണ്ട്. കാർ പോർച്ചിൽ നമുക്ക് 2 വലിയ ഗേറ്റും വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 14 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് നേമത്ത് പോകാൻ 5 കിലോമീറ്ററും ഈ വീട്ടിൽ നിന്ന് പാപ്പനംകോട് പോകാൻ 6 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു നല്ല ബഡ്ജറ്റ് വീട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള സ്ഥലമാണ് നമ്മുടെ ഈ കുരിയുമുകൾ. നമ്മുടെ സിറ്റിയിലോട്ട് പോകാൻ അത്യാവശ്യം ദൂരം കുറവുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ വില്ലയ്ക്കത്തുള്ള ഏകപ്പെട്ട വീട് നമുക്ക് പെട്ടെന്ന് സെയിലായിട്ടുള്ളത്. ഇത് നമ്മുടെ ലാസ്റ്റ് വീടാണ്. ഇതിൽ നമുക്ക് ഇനി ഫൈനൽ വർക്ക് വരുന്നത് നമുക്ക് ഹൗസ് സൈഡ് പെയിൻറ്റിങ് വരുന്നുണ്ട്, ചെറിയ ഫൈനൽ വർക്കൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കാർ പോർച്ച്, വീടിനോട് ചേർന്നൊരു കാർ പോർച്ച് വരുന്നുണ്ട്. ഈ വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാൻ വേണ്ടി അതിനൊരു ചെറിയൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ വീട് ചെയ്തിട്ടുള്ള വാസ്തുപ്രകാരമാണ് വടക്ക് ദർശനമാണ് വരുന്നത്. വീട്ടിൽ വുഡ് ഉപയോഗിച്ചിരിക്കുന്ന ഫ്രണ്ട് ഫുള്ള് നമുക്ക് പ്ലാവാണ്, മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഈ വീട്ടിൻ്റെ സിറ്റ് ഔട്ട്. അത്യാവശ്യം നമുക്ക് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്പോട്ട് ലൈറ്റാണ് വരുന്നത്. ഫ്രണ്ടിലെ ഡോർ വന്നിട്ട് സിംഗിൾ പാളിയിലെ 2 ഡോറാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാള്. നമുക്കിവിടെ ഹാളും ഡൈനിങ് സെക്ഷനും നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. ഹാളിൽ നമുക്ക് 4 സീലിംഗ് വെച്ചിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടാണ് 4 സീലിംഗ് വെച്ചിട്ടുള്ളത്. അകത്തെ കളറൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ലൈറ്റ് കളറാണ് വരുന്നത്. ഇവിടെ കണക്ഷൻ വന്നിട്ട് നമുക്ക് 3 ഫേസ്, നമ്മുടെ ലൈൻ കണക്ഷൻ വന്നിട്ട് 3 ഫേസ് ആണ് വരുന്നത്. സ്വിച്ച് എല്ലാം വന്നിട്ട് നമുക്ക് വി ഗാർഡിൻ്റെ സ്വിച്ചാണ് വരുന്നത്. വയറിങ്ങിന് ഉപയോഗിക്കുന്നതും വി ഗാർഡാണ്. ഹാള് നമുക്ക് വലിയൊരു ഹാളാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ വന്നിട്ട് നമുക്ക് വലിയൊരു TV, എത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4x2 ടെയിലാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഇനി അപ്പോസ് വർക്ക് ചെയ്യാനുണ്ട്. ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്ന ബെഡ്റൂം. ഈ ബെഡ്റൂം വന്നിട്ട് നമുക്ക് 13x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 പാളിയിലെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. കബോർഡിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ കബോർഡിന് ബോർഡ് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം നല്ല പ്രീമിയം ബോർഡാണ് നമ്മുടെ കബോർഡ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. വാഷ്റൂമിലെ ഫിറ്റിങ്സിന് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ്. വാഷ്റൂമിൽ ഇനി ഡോർ ചെയ്യാനുണ്ട്. നമ്മുടെ 3 വാഷ്റൂമിൽ നമുക്ക് ഡോർ ചെയ്യാനുണ്ട്. അകത്തുള്ള ഡോറെല്ലാം നമുക്ക് മഹാഗണിയാണ്, അതിന് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഹാളിൽ നിന്നും വരുന്ന നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം നമുക്ക് ബാക്കിയുള്ള 2 ബെഡ്റൂമിനെ വെച്ച് അത്യാവശ്യം ചെറിയ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11x8 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 2 പാളിയിലെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. കബോർഡിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. റൂമിൻ്റെ സെൻറ്റർ ചെവറിൽ നമുക്ക് ഒരു കളറും ആഡ് ചെയ്തിട്ടുണ്ട്. കളർ ചേഞ്ച് എന്തെങ്കിലും വരുത്തണമെങ്കിൽ നമുക്ക് അതും ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. നമുക്കിവിടെ ഫൈനൽ വർക്ക് പെയിൻറ്റിങ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കളർ ചേഞ്ച് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതാണ് അറ്റാച്ച്ഡ് വാഷ്റൂം. ഈ വാഷ്റൂം വലിയൊരു വാഷ്റൂമാണ്. ഈ വാഷ്റൂമിലെ ഫിറ്റിങ്സ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. അടുത്തൊരു നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഇത് നമുക്ക് 3 പാളിയുടെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ ബെഡ്റൂമിലും AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം. ഇതും അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിങ്സ് എല്ലാം ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. ഈ വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഈ വാഷ്റൂമിൽ ഡോർ ചെയ്തിട്ടില്ല, ഡോർ ചെയ്ത് കൊടുക്കും. ഹാളിൽ നിന്നും അടുത്തൊരു നമുക്ക് ഡൈനിങ് സെക്ഷനാണ്. ഡൈനിങ് സെക്ഷൻ പോകുന്നിടത്ത് നമുക്ക് ചെറിയൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. നമ്മൾ കബോർഡ് വർക്ക് ചെയ്ത് ചെറിയൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലവറോ ഫോട്ടോസ് എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ. വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഡൈനിങ് സെക്ഷനിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നല്ല കളർഫുൾ ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് വാഷ് ബേസ് കൗണ്ടറും വരുന്നുണ്ട്.
വാഷ് ബേസിനിൽ ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. ഇന്ന് നമുക്കിവിടെ ഗ്ലാസ് നമുക്ക് ചെയ്യാനുണ്ട്. അകത്തെ പെയിൻറ്റിങ് നമുക്ക് സെക്കൻഡ് കോട്ട് പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. ഡൈനിങ് സെക്ഷനോട് ചേർന്നാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട്. ഓപ്പൺ കിച്ചൺ വലിയൊരു ഓപ്പൺ കിച്ചണാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം നല്ല മൾട്ടി വുഡാണ് കബോർഡ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. കിച്ചണിൽ നിന്ന് നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് വർക്ക് ഏരിയയിലൊക്കെയുള്ള സ്പേസ് വരുന്നുണ്ട്. കിച്ചണിലെ ഫ്ലോർ ടൈൽ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടൈലാണ്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്യാനുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മുടെ ഒരു സെൻറ്റർ ചെവിൽ നമുക്ക് വാൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. കിച്ചണൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് വാസ്തുപ്രകാരം നോക്കിയാണ് നമ്മുടെ കിച്ചണൊക്കെ ചെയ്തിട്ടുള്ളത്. ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. കിച്ചണിൽ നമുക്ക് വാട്ടർ പ്യൂരിഫയറിൻ്റെ പോയിന്റ് നമുക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നമുക്ക് ബാക്ക് സൈഡിൽ വർക്ക് ഏരിയയൊക്കെയുള്ള വലിയൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയയുടെ സ്പേസ് വന്നിട്ട്. സൈഡിലായിട്ട് നമ്മുടെ കിണർ വന്നിട്ട് നനയല് ബാക്കിൽ വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് നമുക്ക് ഈ സൈഡിലാണ് വരുന്നത്. വീട്ടിൻ്റെ 3 ചുറ്റും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. വീട്ടിൻ്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് ടെറസിലോട്ടുള്ള സ്റ്റെയർ വന്നിട്ട്. സ്റ്റെയർ ചെയ്യുന്ന ജിയോ പൈപ്പിലാണ് നമുക്ക് സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമുക്ക് 2 ഗ്യാസ് സിലിണ്ടർ വയ്ക്കാൻ വേണ്ടി അതിനൊരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ജിയോ പൈപ്പിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. കബോർഡ് വർക്കായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീട് ചെയ്തിരിക്കുന്നത് 2 നിലയുടെ ബേസ്മെൻ്റാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അഡീഷണൽ 1 നിലയും കൂടെ മുകളിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം മച്ചയിൽ കുരിയമുകളാണ് നമുക്ക് വീട് വരുന്നത്. നമ്മുടെ തിരുവനന്തപുരം സെൻറ്ററിൽ നിന്നും 14 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്നും നേമം പോകാൻ 5.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് പാപ്പനംകോട് പോകാൻ 6 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 37 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട് നിൽക്കുന്ന 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് കാർ പോർച്ച് വരുന്നുണ്ട്. കാർ പോർച്ചിൽ വലിയൊരു കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഈ വീട് ചുറ്റുള്ള വാസ്തുപ്രകാരമാണ് വടക്ക് ദർശനമാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈംഗിക കണക്ഷനും വരുന്നുണ്ട്. ഈ വില്ലയ്ക്കകത്ത് പാലായിരുന്നാലും പച്ചക്കറി ആയിരുന്നാലും ഫിഷ് ആയിരുന്നാലും പത്രമായിരുന്നാലും മാർജിൻ ഫ്രീ ഐറ്റങ്ങളായിരുന്നാലും എല്ലാം തന്നെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഈ വീട്ടിലെ പ്ലാസ്റ്റിക് എടുക്കാൻ അതിന് ആൾ വരുന്നുണ്ട്. ഈ വീട്ടിലെ ഫുഡ് വേസ്റ്റ് എടുക്കാൻ അതിനും ആൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. ഈ വീടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അടുത്തെന്തായാലും അടുത്തൊരു ബഡ്ജറ്റ് വീഡിയോ ആയിട്ട് കാണാം. അതൊരിക്കലും ബൈ.